നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിശ്വസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. വിനിയോഗപ്പെട്ടവരും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവേ ശുശ്രൂഷയായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. അപേക്ഷിച്ചുകൊണ്ടണമേ. ആമീൻ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നതും പാടുന്നതും പ്രഭാത സമയത്തിന്റെ കൃപയും രാത്രിയിൽ തന്റെ വിശ്വാസം അറിയിക്കുന്നു നല്ലതാകുന്നു. കർത്താവേ, പ്രഭാത സമയത്തിന്റെ ശബ്ദം നീ കേൾക്കണമേ. പ്രഭാത സമയത്തിന്റെ ഒരു നിനക്ക് കാണപ്പെടുമാറാകണമേ. കർത്താവേ, നിനക്കുള്ള ലോകരോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങൾ എല്ലാവരുടെയും പാപങ്ങൾ നീ പരിഹരിച്ച് പുണ്യമാക്കണമേ. പരിശുദ്ധനായുള്ളവരെ നിന്റെ വലത്തെ ഞങ്ങളുടെ മേൽ ആവസിപ്പിച്ച് നിന്റെ തിരുനാമത്തിൽ ഞങ്ങളുടെ പാപങ്ങളെ സൗഖ്യമാക്കണമേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം?
ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി, പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി, പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്യവൈദികരെ, പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, രാജൻ്റെ ജ്യേഷ്ഠ സഹോദരപുത്രൻ ഷിബു അച്ഛൻ, വന്നിയേർന്ന് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരുമേ, രാജൻ എൻ്റെ ബ്രദറിലോ ആണ്. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം എൻ്റെ സിസ്റ്റർ മോളിക്കുട്ടിയുമായുള്ള വിവാഹം മുതൽ തുടങ്ങിയതാണ്. എല്ലാ കാര്യങ്ങളും എന്നോട് പറയുകയും ആലോചിക്കുകയും ഞങ്ങൾ ഒപ്പം 2 സ്ഥലങ്ങളിലാണെങ്കിലും ഒപ്പം ഉണ്ടായിരുന്നതുമാരെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. രാജൻ തൻ്റെ വിദ്യാഭ്യാസ കാലത്തിന് ശേഷം ഇന്ത്യൻ മിലിറ്ററി സർവീസിൽ സേവനം ചെയ്തു. ആ കാലയളവിൽ ഡെപ്യൂട്ടേഷനിൽ കാഠ്മണ്ഡു, ലണ്ടൻ, ന്യൂയോർക്ക് തുടങ്ങിയ എംബസികളിലും സേവനം ചെയ്തിട്ടുണ്ട്. കുടുംബജീവിതം തുടങ്ങിയ നാൾ മുതൽ സന്തോഷത്തോടെ ജീവിക്കാനും കുഞ്ഞുങ്ങളെ വളർത്തുവാനും പഠിപ്പിക്കുവാനും അവരുടെ ഭാവി ജീവിതം സന്തുഷ്ടമാക്കുവാനും സാധിച്ചു. അവരാണ് ജഗനും ജീനായും, ജൂബിയും, ജഗനും ജൂബിയും. അവരുടെ കുടുംബജീവിതവും കൊച്ചുമക്കളെയും കണ്ട് സന്തോഷിക്കുവാൻ അവസരം ലഭിച്ചു. മിലിറ്ററിയിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷം US-ലേക്ക് വരികയും ന്യൂയോർക്കിൽ യോങ്കേഴ്സിൽ കുടുംബമായി ജീവിതം ആരംഭിച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഫ്ലോറിഡയിലുള്ള ഒർലാൻഡോ എന്ന ഈ പ്രദേശത്തേക്ക് കടന്നു വന്ന് താമസിക്കുവാനും സെറ്റിലാകുവാനും സാധിച്ചു. ഇവിടെയും അവിടെയും വിവിധ സ്ഥാനങ്ങളിൽ ജോലി ചെയ്തു. താൻ ചെയ്യുന്ന ജോലി തന്മയത്തോടും വിശ്വസ്തയോടും കൂടി ചെയ്തിരുന്നു. എല്ലാ സ്ഥാനത്തും ഒരു വെരി ഗുഡ് സർട്ടിഫിക്കേഷൻ്റെ ഉടമയായിരുന്നു. ദൈവവുമായുള്ള ബന്ധത്തിൽ രാജൻ തൻ്റെ വിശ്വാസം കാത്തു. ദൈവമക്കളെ സ്നേഹിക്കുവാനും സഭാജീവിതത്തിൽ പ്രവർത്തിക്കുവാനും പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ആദരിക്കുവാനും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുവാനും രാജൻ മുൻനിരയിലായിരുന്നു. ഇടവകയിലും മറ്റു സ്ഥാനത്തും പ്രവർത്തിക്കുവാൻ രാജന് അവസരം ലഭിച്ചു. റിട്ടയർമെൻറ്റിന് ശേഷം വിശ്രമത്തിലായിരുന്ന എൻ്റെ ദാസനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. കഷ്ടനഷ്ട ശോധനകളിൽ നിന്നും നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിച്ചു. രാജൻ നമുക്ക് മുമ്പേ പോയി നമ്മളെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. ദാവീദ് പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇനിയും രാജനെ അങ്ങോട്ട് പോയി കാണാനേ സാധിക്കുകയുള്ളൂ. ഈ സമയത്ത് ദുഃഖത്തിലായിരിക്കുന്ന മോളിക്കുട്ടി
ജഗൻ, ജീന, കുഞ്ഞുങ്ങൾ, ജൂബി, റനീഷ്, കുഞ്ഞുങ്ങൾ, ഷിബുഅച്ഛൻ, പ്രിയപ്പെട്ടവരായ സഹോദരി സഹോദരങ്ങൾ, ഇവിടെയും നാട്ടിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഇടവകയിലെ പ്രിയപ്പെട്ട ജേക്കബ് മാത്യു അച്ഛൻ, ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും അംഗങ്ങൾക്കും ദൈവത്തിൽ നിന്നുള്ള ആശ്വാസവും സമാധാനവും നമുക്കെല്ലാവർക്കും ലഭിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി എൻ്റെ വാക്കുകളെ നിർത്തുന്നു. Song number 2 from the booklet. ആരിതാ വരുന്നാരിതാ വരും നിശുരക്ഷകനല്ലയോ പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. കണ്ണാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട് കണ്ടുവോ ഒരു പാപിയെന്ന പോൽ സ്നാനമേൽക്കുവാൻ പോകുന്നു. കണ്ടുവോ ഒരു പാപിയെന്ന പോൽ സ്നാനമേൽക്കുവാൻ പോകുന്നു. ഇല്ല നിന്നാൽ സ്നാനമേൽക്കുവാനുണ്ടെനിക്കേറ്റമാവശ്യം. വല്ലഭ നിന്റെ ചെരുപ്പും ചുമന്നിടുവാനില്ല യോഗ്യത. വല്ലഭ നിന്റെ ചെരുപ്പും ചുമന്നിടുവാനില്ല യോഗ്യത. ആത്മസ്നാനവും അഗ്നിസ്നാനവും നിന്റെ കൈയിലയോ. എന്തിനു നിന്റെ വെള്ളത്തിൽ സ്നാനമെന്റെ കൈയിലിരിക്കുന്നു. എന്തിനു നിന്റെ വെള്ളത്തിൽ സ്നാനമെന്റെ കൈയിലിരിക്കുന്നു. സ്നാപകരും ബഹുഭക്തിയോടി വചനത്താൽ പ്രിയരക്ഷകൻ. ഇപ്രകാരം നാം സർവ്വനീതിയും പൂർത്തിയാക്കണമെന്നോതി. ഇപ്രകാരം നാം സർവ്വനീതിയും പൂർത്തിയാക്കണമെന്നോതി. ഉടനെ പ്രിയനിറങ്ങി സ്നാനമേറ്റു കൊണ്ടുതാൻ കയറി. പെട്ടെന്നാത്മാവു വന്നു തന്റെ മേൽ പ്രാവുരൂപത്തിലിറങ്ങി. പെട്ടെന്നാത്മാവു വന്നു തന്റെ മേൽ പ്രാവുരൂപത്തിലിറങ്ങി. വന്നൊരു ശബ്ദം മേൽ നിന്ന ക്ഷണമെന്റെ പ്രിയകുമാരൻ നീ. നിന്നിലെത്രയും പ്രിയമുണ്ടെന്നും സ്വർഗ്ഗനാഥനുള്ളി. നിന്നിലെത്രയും പ്രിയമുണ്ടെന്നും സ്വർഗ്ഗനാഥനുള്ളി. തുറന്നോ സ്വർഗ്ഗമതിലും
യേശുനാഥനും കാണുമെൻ പരിശുദ്ധാത്മിയാകുമെൻ പ്രിയനീശുനാഥനും കാണുമേ. The good Lord has called Radhanachayan to his side. It was quite unexpected for me. Words are not adequate to express the sorrow felt by the loss of Radhanachayan. He was a man of great courage, always faithful to his family and to his friends and to church. Anytime when we had a conversation, he used to talk about the church in Chandanapalli St. George Church and his dedication to the church. Radhanachayan, you will not be forgotten. You will always remember in our hearts. The good Lord called Radhanachayan ahead of us to be with him, to serve him along with the angels. I am sure we will meet him again at the appointed time. Bible teaches the physical death is the separation of the soul from the body. It is a departure of the soul to God. That is why Saint Paul reminds us in Thessalonians, do not mourn as others who have no hope. The departed, they are with God. They know what we are doing. They pray for us. They are part and parcel of our church. We remember them all the time. At this time, I want to express our condolence on behalf, personally on my behalf, as well as on behalf of the St. Paul Orthodox Church family. When we think about death, a writer told like this: the call of death is a call of love. Death can be sweet if we answer in the affirmative, if we accept it as one of the great eternal forms of life and transformation. The soul takes flight to a world that is invisible, and then arriving to the bliss forever and dwells in paradise. Let us console each other in Jesus Christ with the hope of meeting again. I will conclude this with a small song written by Stephanie Solis. Today is the day you will be laid to rest. But you know what they say, God takes only the best. Everything happens for a reason, even if we may not agree. Just promise to look after us, and if you can, save a spot for us. The thoughts of never seeing you again bring tears to my eyes, and even more so, because of all this was such a surprise. But we should never question what God has planned. Sometimes it is not meant for us to understand. So, as we sit here and mourn the loss of our beloved friend, father, brother, uncle, we have to keep telling ourselves that we will meet again. Thank you. May God bless all of you.
A reading from the second book of Kings. രണ്ട് രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 37. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയുക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞ് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടുചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ച് കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഒരു ദിവസം ഏലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികനായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണമെന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നാം ചുവരോടുകൂടിയ ഒരു ചെറിയ മാളികമുറി പണിതുണ്ടാക്കുക, അതിലവനൊരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാനിടയായി. അവൻ ആ മാളികമുറിയിൽ കയറി അവിടെ കിടന്നുറങ്ങി. അവൻ തൻ്റെ ബാല്യക്കാരനായ ഗേഹസിയോട്, ശൂനേംകാരത്തിയെ വിളിക്കുക എന്ന് പറഞ്ഞു. അവൻ അവളെ വിളിച്ചു. അവൾ അവൻ്റെ മുമ്പിൽ വന്നു നിന്ന് അവൻ അവനോട്, നീ ഇത്ര താല്പര്യത്തോടൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അതിനവൾ, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നുവെന്ന് പറഞ്ഞു. എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ഗേഹസി, അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനും ആകുന്നുവെന്ന് പറഞ്ഞു. അവളെ വിളിക്കുക എന്ന് അവൻ പറഞ്ഞു. അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാതിൽക്ക വന്നു നിന്നു. അപ്പോൾ അവൻ, വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോഴേക്ക് നീ ഒരു മകനെ അണച്ചുകൊള്ളുമെന്ന് പറഞ്ഞു. അതിനവൾ, അല്ല, ദൈവപുരുഷനായ എൻ്റെ യജമാനനെ, അടിയനോട് ഭോഷ്ക് പറയരുത് എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഗർഭം ധരിച്ച് പിറ്റേയാണ്ടിൽ ഏലീശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു. ബാലൻ വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്ന തൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നു. അവൻ അപ്പനോട്, എൻ്റെ തല എന്ന് പറഞ്ഞു. അവനൊരു ബാല്യക്കാരനോട്, ഇവനെ എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു.
അവൻ അവനെ എടുത്ത് അവൻ്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ ഉച്ചവരെ അവളുടെ മടിയിലിരുന്ന ശേഷം മരിച്ചുപോയി. അപ്പോൾ അവൾ കയറി ചെന്ന് അവനെ ദൈവപുരുഷൻ്റെ കട്ടിലിന്മേൽ കിടത്തി വാതിൽ അടച്ച് പുറത്തിറങ്ങി. പിന്നെ അവൾ തൻ്റെ ഭർത്താവിനെ വിളിച്ച്, ഞാൻ വേഗത്തിൽ ദൈവപുരുഷൻ്റെ അടുക്കലോളം പോയി വരേണ്ടതിന് എനിക്കൊരു ബാല്യക്കാരനെയും ഒരു കഴുതയെയും അയച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഇന്ന് നീ അവൻ്റെ അടുക്കൽ പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസിയല്ല, ശബത്തുമല്ലല്ലോ എന്ന് പറഞ്ഞു. വേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവൾ കഴുതപ്പുറത്ത് കൂപ്പിട്ട് കയറി ബാല്യക്കാരനോട്, നല്ലവണ്ണം തെളിച്ചു വിടുക, ഞാൻ പറഞ്ഞതല്ലാതെ വഴിയിൽ എവിടെയും നിർത്തരുതെന്ന് പറഞ്ഞു. അവൾ ചെന്ന് കർമ്മേൽ പർവ്വതത്തിൽ ദൈവപുരുഷൻ്റെ അടുക്കിലെത്തി. ദൈവപുരുഷൻ അവളെ ദൂരത്ത് കണ്ടപ്പോൾ തൻ്റെ ബാല്യക്കാരനായ ഗേഹസിയോട്, അതാ ശൂനേംകാരത്തി വരുന്നു, നീ ഓടിച്ചെന്ന് അവളെ എതിരേറ്റ്, സുഖം തന്നെയോ, ഭർത്താവ് സുഖമായിരിക്കുന്നുവോ, ബാലന് സുഖമുണ്ടോ എന്ന് അവളോട് ചോദിക്കണമെന്ന് പറഞ്ഞു. സുഖം തന്നെ എന്ന് അവൾ പറഞ്ഞു. അവൾ പർവ്വതത്തിൽ ദൈവപുരുഷൻ്റെ അടുക്കലെത്തിയപ്പോൾ അവൻ്റെ കാൽ പിടിച്ചു. ഗേഹസി അവളെ മാറ്റുവാൻ അടുത്തു ചെന്നാറെ ദൈവപുരുഷൻ അവളെ വിടുക, അവൾക്ക് വലിയ മനോവ്യസനമുണ്ട്, യഹോവ അത് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഞാൻ യജമാനനോട് ഒരു മകനെ ചോദിച്ചിരുന്നുവോ, എന്നെ ചതിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്ന് അവൾ പറഞ്ഞു. ഉടനെ അവൻ ഗേഹസിയോട്, നീ അരകെട്ടി എൻ്റെ വടിയും കയ്യിലെടുത്തു പോക, നീ ആരെയെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത്, നിന്നെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനം പറയുകയും അരുത്. എൻ്റെ വടി ബാലൻ്റെ മുഖത്ത് വയ്ക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ബാലൻ്റെ അമ്മ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോടുകൂടെ പോയി. ഗേഹസി അവർക്ക് മുമ്പായി ചെന്ന് വടി ബാലൻ്റെ മുഖത്ത് വെച്ചു. എങ്കിലും ഒരനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല. അതുകൊണ്ട് അവനെ എതിരേൽപ്പാൻ മടങ്ങിച്ചെന്ന് ബാലൻ ഉണർന്നില്ല എന്നറിയിച്ചു. എലീശ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ കയറി ബാലൻ്റെ മേൽ കിടന്നു. തൻ്റെ വായ ബാലൻ്റെ വായ്മേലും തൻ്റെ കണ്ണ് അവൻ്റെ കണ്ണിന്മേലും തൻ്റെ ഉള്ളം കൈകൾ അവൻ്റെ ഉള്ളം കൈകളിന്മേലും വെച്ച് അവൻ്റെ മേൽ കണ്ണും കിടന്നപ്പോൾ ബാലൻ്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവൻ്റെ മേൽ കവിണ് വീഴുന്നു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. അവൻ ഗേഹസിയെ വിളിച്ച്, ശൂനേംകാരത്തിയെ വിളിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ അവളെ വിളിച്ചു. അവൾ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ, നിന്റെ മകനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൾ അകത്ത് ചെന്ന് അവൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് തൻ്റെ മകനെ എടുത്തുകൊണ്ടുപോയി. പറയുന്നു. I would like to invite Mr. Joe Burgess to share his thoughts with us. Molly, Andy, Jadil, Juby, respected Hutchins, all the family members of Rajnagel and friends who have assembled here to pay homage to Rajnagel. It's a very difficult time when somebody passes away, and especially a dad, a husband, it's not easy. And I don't know how to console you. It's very hard. I can quote you verses from the Bible. I can say stuff that other people have said, but the loss is it's a very hard loss in your life. I understand that, and people who have gone through it understand it too. I mean, I won't ask you to stop grieving. Grieve as much as you can, because you've lost somebody who will never be there with you. So, don't stop grieving. But all we can ask you, I can ask the people, is to pray for you, to give you strength during this really difficult time in your life, to
kind of like find some solace of comfort somewhere. Pray to God to give you that strength and comfort you as much as possible. I don't know what advice to give you, but one thing I would like to say is reflect on all the good times that you have had with your dad. All the great times you've had with him, all the great stuff you've done with him. Just reflect back on that. And, he raised both of you to be the model kids that you are today. And it's evident from what you're doing in the society, what you're doing in our church. It's evident that, the upbringing that he gave you was just amazing. And that's reflected in you guys. So what more could you ask for? On behalf of all our church family, we are here for you at this difficult time. If we stand by you, so, do not hesitate to ask for anything. We will be praying for you. And I want to conclude by a little poem that somebody had wrote. I just found it on the internet. It goes as follows: death is not the end, for love goes on, and you will find the evidence long after I've gone. The flowers we planted will blossom without end. You'll find me in their beauty as to the needs you tend. The books we read together, the laughter in the pages, will continue to give pleasure to you throughout the ages. So do not mourn my passing, for you're not left alone. You'll always find me waiting in the places that we have known. The bond that grew between us will not abate with time. It will go on for always. I'm yours and you're mine. Please join us in singing song number 4 from the book. Song number 4.
book of Job. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസങ്ങളിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ വിരുന്നു നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ല എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയുമെന്ന് ഉത്തരം പറഞ്ഞു. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കൈയേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്നു. കാളകളെ പൂട്ടുകയും പെൺകഴുതകളെ തിരികെയും മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്ന് ശെബായർ വന്ന് അവയെ പിടിക്കുകയും കൊണ്ടുപോവുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. ദൈവത്തിന്റെ തീ ആകാശത്ത് നിന്ന് വീണ് കത്തി. ആടുകളും വേലക്കാരും അതിന് ഇരയായി പോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു. പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോവുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്നു, വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. പാർക്കുമോ?
Next, I would like to invite Mr. Daniel George to speak to us about the special memories about the friendship that they shared this morning. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സമൂഹം, ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വരുന്ന അവസരത്തിലാണ് അച്ഛൻ എന്നോട് പറഞ്ഞു, രാജനും ദാനിയേലങ്കളും ചെറുപ്പം മുതൽ ഒന്നിച്ച് നിങ്ങൾ ജീവിച്ച് നിങ്ങൾ വളർന്നു വന്നവരായതുകൊണ്ട് ഒരുപാട്